guys, welcome back. It's me Abhi signing in. Okay, അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ സംഭവം മനസ്സിലായി. വാട്ട് ഈസ് AI? പിന്നെ അതിന്റെ ടൈപ്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. വാട്ട് ഈസ് AI? AI ഓർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് എന്ന് പറയുമ്പോൾ ഒരു മിഷൻ ഓർ സോഫ്റ്റ്വെയർ, അത് ഹ്യൂമൻസിനെ പോലെ തിങ്ക് ചെയ്യാൻ കഴിവുള്ള മിഷൻ ഓർ സോഫ്റ്റ്വെയറിനെയാണ് AI എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ബ്രാഞ്ചാണ്. AI മെയിൻലി യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം കുറച്ച് വേർഡ് അടിക്കുമ്പോൾ തന്നെ ബാക്കി സജഷൻസ് കാണിക്കൂലേ, അതിൽ ഉപയോഗിക്കും. പിന്നെ യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും ഓരോ കണ്ടന്റ് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ചുള്ള കണ്ടന്റ് റെക്കമെൻഡ് ചെയ്യാൻ ഉപയോഗിക്കും. ഈ AI മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ് ഉള്ളത്. ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. ഫസ്റ്റ് ആണ് നോക്കുന്നത് ANI അഥവാ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്, VKI എന്ന് വിളിക്കും. നമ്മളിപ്പോൾ കാണുന്ന ChatGPT, ഗൂഗിൾ ബാർഡ്, ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ്, ഇത് മൂന്നും വർക്ക് ചെയ്യുന്നത് ANI ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസിലാണ്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്. AGI ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാനാണ്. പക്ഷെ ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ നമ്മളെ ഹ്യൂമന്റെ അത്രയും അല്ലെങ്കിൽ ഹ്യൂമനേക്കാളും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും AGIക്ക്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യുന്നു, അതിന്റെ കൂടെ പാട്ടും കേൾക്കാം, പാട്ടും പാടാം, അങ്ങനെ മൾട്ടിപ്പിൾ ടാസ്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അത് ഏകദേശം ഇത് അച്ചീവ് ചെയ്തിട്ടുള്ള ഗൂഗിൾ ജെമിനിയും പിന്നെ Q-Star എന്ന് പറഞ്ഞ ഓപ്പൺ AIന്റെ ഇതുമാണ്. ഇപ്പൊ ഇത് ഏകദേശം അതിന്റെ തുടക്കത്തിന്റെ ലെവലിൽ എത്തിയിട്ടുള്ളത്. അടുത്തത് ASI ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ഹ്യൂമൻ എബിലിറ്റീസിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ തിങ്കിങ് എല്ലാത്തിലും നമ്മൾ ഹൈ ആയിരിക്കും ഈ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. ഇപ്പൊ ഇത് കറന്റ്ലി അതൊരു കോൺസെപ്റ്റ് ആയിട്ടേ ഉള്ളൂ, തിയററ്റിക്കലി മാത്രമേ അത് പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ അത് ഭാവിയിൽ വരുമെന്നാണ് പറയുന്നത്. അതാണെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ്, നമ്മളെ ഹ്യൂമൻസിനെ വരെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി AIന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി. നമുക്ക് എല്ലാം ചെയ്യണ ജോലി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. അത് നമുക്ക് AIന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആക്യുറസി. ഇപ്പോഴത്തെ AIകൾക്ക് ആക്യുറസി അത്രയും നന്നായിട്ട് കിട്ടുന്നില്ല. പക്ഷെ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ AIസിനെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ നല്ല ആക്യുറേറ്റ് ഡേറ്റാസ് കിട്ടും. അതിനൊരു അഡ്വാൻറ്റേജ് ആണ് AI. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന്റെ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കൊണ്ട് AIനെ കൊണ്ട് പറ്റും. അടുത്ത നമ്മൾ നാലാമത്തെ നോക്കുകയാണെങ്കിൽ ഇന്നോവേഷൻസ്. ഇപ്പൊ നമ്മളെ കറന്റ് ഹ്യൂമൻസിന് ഇപ്പൊ ഇന്നോവേഷൻസ് കുറഞ്ഞു വരികയാണ് നമ്മളെ പണ്ടത്തെ ഇയേഴ്സ് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതേപോലത്തെ സാഹചര്യത്തിൽ AIക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് AIന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴാണ് ജോബ് ഡിസ്പ്ലേസ്മെന്റ്. ഫസ്റ്റ് മെയിൻ വൺ ആണെന്നും പറയാം. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കുറെ വലിയ കമ്പനീസ് അവരെ കുറച്ച് പെർസെന്റേജ് എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യുന്നുണ്ട്. അത് അപ്പൊ ഇതേപോലെ തന്നെ തുടരുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് തുടങ്ങും. അത് AIന്റെ ഒരു വൺ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മളെ AIയുടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് AI മോഡൽസിനെ നമുക്കത് സ്വന്തമായി ട്രെയിൻ ചെയ്തതാണ് AI മോഡൽസിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നത്. ഇപ്പൊ നമ്മൾ അതേപോലെ വേറെ രീതിയിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് AIനെ, നമുക്കത് നമ്മൾ ഇഷ്ടമുള്ളത് പറയിപ്പിക്കാൻ പറ്റും അതിനെ കൊണ്ട്. അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കൂട്ടാന്നുള്ളത്. കാര്യം ഒരാൾക്ക് ശത്രുത ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു AI മോഡൽ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ റോങ് ഇൻഫർമേഷൻസ് അതൊക്കെ അങ്ങനെ പാസ് ചെയ്യാം. അപ്പൊ അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ്. ഇനി മൂന്നാമത്തെന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് ഹ്യൂമൻ ടച്ച്. ഇപ്പൊ ഹ്യൂമൻസിനാകുമ്പോൾ ഇമോഷൻസ് ഉണ്ട്, എമ്പതി ഉണ്ട്. അത് ചില കാര്യങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് അത് നമുക്ക് അതേപോലെ ഒരു AI എഴുതുകയാണെങ്കിൽ അത്ര ഇമോഷൻസ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അത് ഹ്യൂമൻ ടച്ച് ഇല്ല, അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കൂട്ടാം. ഇനി അവസാനത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. നമ്മളെ സെക്യൂരിറ്റിയും പ്രൈവസിയും കുറയും. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ AI മോഡൽസിൻ്റെ അടുത്ത് പറയുന്നതും നമ്മൾ നോക്കുന്ന ഇൻഫർമേഷൻസും വെച്ചിട്ട് അവരത് അനലൈസ് ചെയ്ത് നമുക്ക് അതേപോലെ ആഡ്സ് കാണിക്കാം. അതേപോലെ നമുക്ക് ഓരോ പ്രോഡക്റ്റ് സജഷൻസ് അതേപോലത്തേക്ക് വരാം. അത് ഒരു രീതിയിൽ നോക്കിയാൽ നല്ലതാണ്. പക്ഷെ നമ്മളെ ഡേറ്റ ആ കമ്പനീസിൻ്റെ കയ്യിലുണ്ട്, അത് അവർക്ക് വേണമെങ്കിൽ വിൽക്കാം, അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുകൊണ്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയും ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജ് ആണ്
ഈ AI പറ്റിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അബിൽ സൈനിങ് ഔട്ട്. ബൈ.